ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിക്കുന്ന കണ്ടക്ടറുകളുടെ കറണ്ട് വഹിക്കാനുള്ള ശേഷിയെ എങ്ങനെ അളക്കാമെന്നാണ്. ഈ സെഷന്റെ അവസാനം കോപ്പർ, അലൂമിനിയം, അലോയി എന്നിങ്ങനെ 3 കണ്ടക്ടറുകൾ തിരിച്ചറിയാനും ഉപയോഗിക്കാനും പഠിക്കുന്നു. സർക്യൂട്ട് കണക്ട് ചെയ്യാനും കണ്ടക്ടറിന്റെ ബ്രേക്കിംഗ് കറണ്ട് അളക്കാനും പഠിക്കുന്നു. Electrician's Toolkit and Equipments Required. Electrician Toolkit: DC ammeter 0 to 10 amperes, DC voltmeter 0 to 15 volts, lead acid battery 12 volts 60 ampere hours, rheostat, wooden board with switch 16 amperes 250 volts, 32 SWG copper conductor 10 centimeters, 32 SWG aluminum conductor 10 centimeters, 32 SWG alloy conductor 10 centimeters, 2.5 square millimeter connecting copper wires, standard wire gauge. ഇനി കണ്ടക്ടേഴ്സ്. നമ്മൾ എക്സസൈസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കണ്ടക്ടർ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ്. നമുക്ക് പല തരത്തിലുള്ള കണ്ടക്ടർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കോപ്പർ കണ്ടക്ടേഴ്സ്. കോപ്പറിനാണ് ഏറ്റവും ഹൈ കണ്ടക്ടിവിറ്റി ഉള്ളത്. കൂടാതെ ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടുതലാണ്. ഹൈ കറന്റ് ഡെൻസിറ്റി ഉണ്ട്. കൂടാതെ മോർ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റിയും ഉണ്ട് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓവർഹെഡ് കണ്ടക്ടേഴ്സിലെ ഒരു പ്രിഫേർഡ് മെറ്റീരിയലാണ് കോപ്പർ. പക്ഷേ അതിൻ്റെ കോസ്റ്റ് വളരെ ഹയറാണ്. അപൂർവമായാണ് ഉപയോഗിക്കപ്പെടുന്നത്. കോപ്പർ കണ്ടക്ടർ ബെയർ കണ്ടക്ടർ എന്നുള്ള രീതിയിലും ഇൻസുലേറ്റഡ് കോപ്പർ കണ്ടക്ടേഴ്സ് എന്ന രീതിയിലും അവൈലബിൾ ആണ്. അലുമിനിയം കണ്ടക്ടേഴ്സ്. അലുമിനിയം കണ്ടക്ടേഴ്സിന് 60% ഓഫ് കണ്ടക്ടിവിറ്റിയാണ് കോപ്പർ കണ്ടക്ടറിനെ അപേക്ഷിച്ചുണ്ടാവുക. മാത്രമല്ല കോപ്പർ കണ്ടക്ടറിനേക്കാളും പകുതി വെയിറ്റ് അതിനുണ്ടാകൂ. അതിനാൽ കോപ്പറിനേക്കാളും കൂടുതലായി ഇത് ഓവർഹെഡ് കണ്ടക്ടേഴ്സിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അലോയ് കണ്ടക്ടേഴ്സ്. ഒരുപാട് മെറ്റൽസ് അല്ലെങ്കിൽ ഒന്നിലധികം മെറ്റൽസിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ അലോയ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. കോപ്പർ കാഡ്മിയം അലോയ്സ് വളരെ ഹൈ കോസ്റ്റ് കണ്ടക്ടേഴ്സ് ആണ്. എന്നാൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ ഹൈ സ്ട്രെങ്ത് അലോയ് അല്ലെങ്കിൽ ഫോസ്ഫർ ബ്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോ കണ്ടക്ടർ മെറ്റീരിയലിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. കണ്ടക്ടേഴ്സിന് കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ടിനെയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ടറിനെ ക്യാരി ചെയ്യാവുന്ന കറണ്ടിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും അതിൻ്റെ ടെമ്പറേച്ചർ എക്സീഡ് ആവാതെ നോക്കുകയും വേണം. സോ അത് വളരെ അത്യാവശ്യമാണ് കണ്ടക്ടറിന്റെ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി അറിയുക എന്നത്. സർക്യൂട്ട് കണക്ട് ചെയ്ത് കണ്ടക്ടറിന്റെ ബ്രേക്കിംഗ് കറണ്ട് നമ്മൾ മെഷർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ എക്സസൈസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗിവൺ പവർ സപ്ലൈ വെച്ച് നമ്മളിപ്പോൾ ഒരു കണ്ടക്ടറിന്റെ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ ടൂൾസും മെറ്റീരിയൽസും മറ്റ് ഇൻസ്ട്രുമെന്റ്സും നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മുടെ എക്സസൈസിന് വേണ്ടി ആദ്യമേ നമുക്ക് കോപ്പർ കണ്ടക്ടറും അലുമിനിയം കണ്ടക്ടറും കൂടാതെ അലോയ് കണ്ടക്ടറും നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് 32 SWG ഓഫ് 10 centimeter ഇൻ ലെങ്ത്. അതായത് എല്ലാ കണ്ടക്ടറിനും ഒരേ SWGയും ലെങ്ത്തുമാണ് ഉണ്ടാവേണ്ടത്. ആദ്യം ഈ ടെസ്റ്റ് ബോർഡിൽ കാണുന്നത് പോലെ കോപ്പർ കണ്ടക്ടർ നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം റിയോസ്റ്റാറ്റും ആമീറ്ററും വോൾട്ട് മീറ്ററും ബാറ്ററിയും ഈ കാണിക്കുന്ന പോലെ കണക്ട് ചെയ്യുക. റിയോസ്റ്റാറ്റ് എപ്പോഴും കോൾഡായി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് അതിൻ്റെ മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് സർക്യൂട്ട് ഓൺ ചെയ്യുക. ശേഷം ആമീറ്ററിൻ്റെയും വോൾട്ട് മീറ്ററിൻ്റെയും റീഡിങ്സ് നോക്കുക. ഇനി റിയോസ്റ്റാറ്റ് മിഡിൽ പൊസിഷനിലേക്ക് നീക്കുക. അതിനുശേഷം ആമീറ്ററിൻ്റെയും വോൾട്ട് മീറ്ററിൻ്റെയും റീഡിങ്സ് നമ്മൾ നോട്ട് ചെയ്യുക. അതിനുശേഷം റിയോസ്റ്റാറ്റിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി ഹോട്ട് എൻഡിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് അതിൻ്റെ ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് പൊസിഷനിലേക്കാണ് നമ്മളത് നീക്കുന്നത്. അത് കണ്ടക്ടറിനെ മെല്ലെ വാച്ച് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. ഇനി നമുക്കത് ബ്രേക്ക് ചെയ്യാം. ഇൻ കേസ് കണ്ടക്ടർ ബ്രോക്ക് ആവുന്നില്ലെങ്കിൽ റിയോസ്റ്റാറ്റിൻ്റെ പൊസിഷൻ അതിൻ്റെ ഹോട്ട് എൻഡിലേക്ക് നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുക. കണ്ടക്ടർ ബ്രേക്ക് ചെയ്യുന്നതുവരെ നമ്മൾ നോക്കുക. എന്നിട്ട് മീറ്റർ റീഡിങ്സ് നമ്മൾ നോട്ട് ചെയ്തെടുക്കുക. കറണ്ട് വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുക. അതായിരിക്കും അതിൻ്റെ മാക്സിമം കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദി ഗിവൺ കോപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. അലുമിനിയവും അലോയ് കണ്ടക്ടറും നമ്മൾ ഓരോന്നായി കണക്ട് ചെയ്ത്
ഈ സ്റ്റെപ്പുകൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക അതിൻ്റെ മാക്സിമം കറണ്ട് കണ്ടെത്താനായിട്ട്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് കണ്ടക്ടേഴ്സിനെ പറ്റി അറിയാൻ പറ്റും. എന്നിട്ട് അതിങ്ങനെ നോട്ട് ചെയ്ത് ടേബിൾ ആക്കുക. ടെസ്റ്റിൻ്റെ റിസൾട്ട്സ്. ഈ ടാബുലേഷൻ വാല്യൂവിൽ നിന്ന് നമുക്കൊരു ഗിവൺ കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. കോപ്പർ കണ്ടക്ടറിൻ്റെ മാക്സിമം കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.18 ആംപിയർ. മാക്സിമം കറണ്ട് കപ്പാസിറ്റി ഓഫ് അലുമിനിയം കണ്ടക്ടർ എന്ന് പറയുന്നത് 1.30 ആംപിയർ. മാക്സിമം കറണ്ട് കപ്പാസിറ്റി ഓഫ് അലോയ് കണ്ടക്ടർ എന്ന് പറയുന്നത് 0.87 ആംപിയർ ആയിരിക്കും. റീക്യാപ്പ്. ഈ സെക്ഷനിൽ നമ്മൾ 3 തരം കണ്ടക്ടറുകൾ തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനും പഠിച്ചു. സർക്യൂട്ട് കണക്ട് ചെയ്യാനും കറണ്ട് ബ്രേക്കിംഗ് അളക്കാനും പഠിച്ചു കഴിഞ്ഞു. ഈ സെഷനിലെ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ പുതിയ കൺസെപ്റ്റുമായി വീണ്ടും നമുക്ക് കാണുന്നതുവരെ നന്ദി.